മലപ്പുറം വേങ്ങരയിലെ ഭർതൃവീട്ടിൽ കണ്ണീരും ദുരിതവുമായി ജീവിച്ച ഒരു യുവതിയുടെ കഥ. അവളുടെ പേര് ജലീസ. വയസ്സ് വെറും 31. ഭർത്താവ് വിദേശത്താണ്. താങ്ങും തണലുമില്ലാതെ അവൾ ഭർതൃവീട്ടിൽ കുറേ ദുരിതം അനുഭവിച്ചു. ഭർതൃമാതാവിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, അവിടെ നേരിട്ട ഒറ്റപ്പെടൽ, സങ്കടം പറഞ്ഞാൽ കേൾക്കാൻ പോലും ആരുമില്ല. കഴിഞ്ഞ ദിവസം ഭർതൃമാതാവ് അകാരണമായി ജലീസയെ ശകാരിച്ചു. മാനസികമായി കുറേ പീഡിപ്പിച്ചു. അവൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു. ഒടുവിൽ ജലീസ തീരുമാനിച്ചു സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ. മിനിക്കാപ്പ് സ്വദേശിനി ജലീസയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ വേങ്ങര കണ്ണമംഗലം ചേരൂർ മിനിക്കാപ്പിലുള്ള ഭർത്താവിന്റെ വീട്ടിലാണ് ജലീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന് പുറകിലെ ഷെഡിന്റെ കഴുക്കോലിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. മിനിക്കാപ്പ് സ്വദേശിയായ നിസാറാണ് ജലീസയുടെ ഭർത്താവ്. ഇയാൾ വിദേശത്താണ്. ജലീസയെ തിങ്കളാഴ്ച പ്രഭാത നമസ്കാരത്തിന് കാണാതായതോടെ നടത്തിയ തിരച്ചിലിലാണ് വീടിന്റെ പിൻവശത്തുള്ള ഷെഡിലെ കഴുക്കോലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയതെന്നാണ് വീട്ടുകാർ പോലീസിന് കൊടുത്ത മൊഴി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം മരണത്തിൽ സംശയം ആരോപിച്ച യുവതിയുടെ കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ജലീസയും ഭർതൃമാതാവും തമ്മിൽ വഴക്കുണ്ടായിരുന്നുവെന്നും ഇതിൽ ജലീസ വിഷമത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. തൂങ്ങി നിൽക്കുന്ന മൃതദേഹത്തിന്റെ കാൽഭാഗം നിലത്ത് തട്ടിയ നിലയിലായിരുന്നു എന്നാണ് വിവരം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം കാരാത്തോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ബിഗ് ബോസ് താരം മുഹമ്മദ് ഡിലിജന്റ് ബ്ലെസ്ലി മലയാളികൾക്ക് സുപരിചിതനാണ്. ഒരു യൂട്യൂബർ എന്ന നിലയിൽ തിളങ്ങി പിന്നീട് മിനി സ്ക്രീനിൽ താരമായ ചെറുപ്പക്കാരൻ. എന്നാൽ ആ താരപരിവേഷത്തിൽ നിന്നും ബ്ലെസ്ലി ഇപ്പോൾ വില്ലൻ്റെ പരിവേഷത്തിലേക്ക് മാറുന്നു. നമ്മൾ കാണാത്തൊരു മുഖമുണ്ട് അയാൾക്ക്. രാജ്യത്തെ സൈബർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനി. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ പിടിയിലായതോടെയാണ് ബ്ലെസ്ലിയുടെ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ബിഗ് ബോസ് താരം പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് ബ്ലെസ്ലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തെത്തിച്ച കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് മുഹമ്മദ് ഡിലിജന്റ് ബ്ലെസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ നിരവധി പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിലെ പ്രതികളായ 8 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം മ്യൂൾ അക്കൗണ്ടുകൾ വഴി കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി ക്രൈംബ്രാഞ്ച് സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. കോഴിക്കോട് കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് പരാതിയിലാണ് ബ്ലെസ്ലിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇതേ കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മറ്റു 2 പേർ ജയിലിൽ കഴിയുകയാണ്. കോഴിക്കോട് കാക്കൂർ സ്വദേശിയായ യുവാവിൽ നിന്നാണ് സൈബർ തട്ടിപ്പ് വഴി പണം തട്ടിയത്. ഈ തുക ബംഗളൂരുവിലെ അക്കൗണ്ടിലേക്കാണ് പോയത്. ഇവിടെ നിന്നും ഇരിട്ടി സ്വദേശിയായ ആദിലിന്റെ അക്കൗണ്ടിൽ പണമെത്തി. ഇത് ചെക്ക് ഉപയോഗിച്ച് പിൻവലിക്കുകയായിരുന്നു. ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ബ്ലെസ്ലിയും സഹദ് എന്നയാളുമാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തട്ടിയെടുത്ത 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി ബ്ലെസ്ലി ചൈനയിലേക്ക് കടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഝാർഖണ്ഡിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ പേരിലെടുത്ത ബാങ്ക് അക്കൗണ്ടുകളും ഇവർ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കോടഞ്ചേരി, താമരശ്ശേരി മേഖലകളിലും സമാന തട്ടിപ്പ് കേസുകൾ നടന്നിട്ടുണ്ടെന്നാണ് പരാതി.
കോടതിയിൽ ഹാജരാക്കിയ ബ്ലെസ്ലിയെ റിമാൻഡ് ചെയ്തു. ബിഗ് ബോസ് സീസൺ 4-ലെ റണ്ണറപ്പാണ് ബ്ലെസ്ലി. ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിലും ഇയാൾ പേരെടുത്തിരുന്നു. ബിഗ് ബോസിന് ശേഷം ബ്ലെസ്ലി ഷോകളുടെ പേരിൽ നിരന്തരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളും പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വ്യാജ ലോൺ ആപ്പുകൾ, ഷെൽ കമ്പനികൾ, തൊഴിൽ വാഗ്ദാനം എന്നിവയുടെ മറവിലുള്ള തട്ടിപ്പ്. രാജ്യാന്തര ബന്ധമുള്ള തട്ടിപ്പ് ഡൽഹി മുതൽ കേരളം വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ്. സൈബർ ക്രിമിനൽ സംഘങ്ങളെ പിടികൂടാൻ ഡൽഹി പോലീസ് രാജ്യവ്യാപകമായി ഓപ്പറേഷൻ ചക്ര എന്ന പേരിൽ മിന്നൽ റെയ്ഡ് നടത്തി. കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലായി നടത്തിയ റെയ്ഡിൽ രാജ്യാന്തര സൈബർ തട്ടിപ്പ് സംഘം വലയിലായി. 50 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ 10 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഡൽഹിക്ക് പുറമെ കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നാണ് സൈബർ തട്ടിപ്പ് സംഘങ്ങളെ പിടികൂടിയത്. കേരളത്തിൽ എവിടെയാണ് ഡൽഹി പോലീസ് റെയ്ഡ് നടത്തിയതെന്ന് വ്യക്തമല്ല. 7 സംസ്ഥാനങ്ങളിൽ നിന്നായി 50 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ 10 പേരെയാണ് ഡൽഹി പോലീസ് പിടികൂടിയത്. സംഘത്തിനെതിരെ 60ഓളം പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. വ്യാജ ലോണാപ്പുകൾ, തൊഴിൽ വാഗ്ദാനം, ഷെൽ കമ്പനികൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയത്. ഓപ്പറേഷൻ ചക്രയുടെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ്. ഒരാഴ്ച മുൻപ് കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ 719 കോടി രൂപയുടെ സൈബർ തട്ടിപ്പിന് സഹായം നൽകിയ 10 പേരെ ഗാന്ധിനഗർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലെ 91 ഉൾപ്പെടെ 1447 കേസുമായി ബന്ധപ്പെട്ടതാണ് തട്ടിപ്പ്. വിവിധ സൈബർ ചതികളിലൂടെ സമാഹരിച്ച പണം വ്യാജ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് വിദേശത്തേക്ക് കൈമാറാൻ ഇടനിലക്കാരായവരാണ് പിടിയിലായത്. ഡിസംബർ 14-ന് മറ്റൊരു സൈബർ തട്ടിപ്പ് സംഘത്തിനെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വ്യാജ ആപ്പുകളിലൂടെയും മറ്റും രാജ്യത്ത് നിരവധി പേരാണ് ദിനംപ്രതി തട്ടിപ്പിനിരയാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെയും മഞ്ജു വാര്യരുടെയും മൊഴികൾ കോടതി അവിശ്വസിക്കാനുള്ള കാരണമെന്താണ്? അവർ പറഞ്ഞതിൽ എന്ത് പൊരുത്തക്കേടുകളാണ് ഉണ്ടായിരുന്നത്? മഞ്ജു കോടതിയിൽ നടത്തിയ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയിൽ ഇല്ലെന്നാണ് വിധിപ്പകർപ്പിൽ പറയുന്നത്. ദിലീപിൻ്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന മഞ്ജു വാര്യരുടെ മൊഴിയാണ് കേസിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യരുടെ മൊഴി ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു പ്രോസിക്യൂഷൻ നിലനിന്നിരുന്നത്. കാരണം മഞ്ജു വാര്യരും ദിലീപുമായുള്ള ബന്ധം തകരാൻ കാരണക്കാരിയായത് ഇരയാക്കപ്പെട്ട നടിയാണ് എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ മഞ്ജു കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയില്ല എന്ന് ഈ കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ പ്രധാനമായി ഉള്ളത് തങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധമാണ് എന്ന് മഞ്ജു വാര്യർ കോടതിയിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈ ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ മഞ്ജു കണ്ട ചില മെസ്സേജുകളാണ്. അത് കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ് കൃത്യമായി മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നീട് ദിലീപുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, കാവ്യയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഈ വിധിന്യായത്തിൽ കോടതിയിൽ
കോടതി പറയുന്നുണ്ട്. മറ്റൊന്ന്, മഞ്ജു വാര്യരും ദിലീപുമായി ബന്ധപ്പെട്ട വിവാഹമോചന ഹർജി അത് മ്യൂച്വലായി മഞ്ജു ഇടപെട്ട് മഞ്ജുവിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ മ്യൂച്വലായി നൽകുകയായിരുന്നു എന്നുള്ള വാദം കോടതി, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കോടതി മഞ്ജുവിനോട് ചോദിച്ചു. അതിൽ കൃത്യമായി തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയായിരുന്നു മഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ വിവാഹമോചനം കാവ്യയുമായുള്ള ദിലീപിൻ്റെ ബന്ധത്തെ തുടർന്നായിരുന്നു എങ്കിൽ ഈ വിഷയം മോചനവുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ തെളിയിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം മഞ്ജുവിന് ഉണ്ടായിരുന്നു എന്നത് കോടതിക്ക് ബോധ്യപ്പെടാൻ ഒരു കാരണമായി ഇത് മാറുകയായിരുന്നു. കാരണം മ്യൂച്വൽ പെറ്റീഷൻ നൽകിയത് മഞ്ജു ആണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗം അഭിഭാഷകനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കാവ്യയുമായ ബന്ധം താൻ അറിഞ്ഞപ്പോൾ താൻ കാവ്യയുടെ അമ്മയെ വിളിച്ചിരുന്നു എന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട്. കാവ്യയുടെ അമ്മ എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. കാവ്യയുടെ അമ്മ ഇക്കാര്യം തനിക്ക് അറിയാമെന്നും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകളുണ്ട് എന്നും മഞ്ജുവിനോട് വ്യക്തമാക്കിയെന്നാണ് മഞ്ജു മൊഴിയായി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, കാരണം വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയായിരുന്നു ഇത് എന്നത് മനസ്സിലാക്കണം. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഗൗരവത്തോടുകൂടി കോടതി കണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഈ ബന്ധത്തെക്കുറിച്ച് ഇരയാക്കപ്പെട്ട നടിക്ക് അറിയാമായിരുന്നു എന്നും ഈ നടിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് സംയുക്ത വർമ്മയ്ക്കും ഒപ്പം ഗീതു മോഹൻദാസിനുമൊപ്പം ഈ നടിയുടെ വീട്ടിലെത്തി എന്നുള്ള കാര്യവും മൊഴിയായി പറയുന്നുണ്ട്. തുടക്കത്തിൽ ഈ കാര്യം വ്യക്തമാക്കാൻ ഈ ഇരയാക്കപ്പെട്ട നടി മടിക്കുകയും വൈകാരികമായി ഈ വിഷയത്തോട് പ്രതികരിക്കുകയും ചെയ്തപ്പോൾ ഈ നടിയുടെ പിതാവാണ് ഇക്കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടത് എന്നും മൊഴിയായി പറയുന്നുണ്ട്. പക്ഷേ ഇതും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിംഗിൽ വ്യക്തമായി എന്നുള്ളതാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി മൊഴിയിലുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും മറ്റും ചെയ്തത്. അത് വളരെ കൃത്യമായി തന്നെ കോടതി പരിഗണിക്കുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ശേഷവും ദിലീപിന്റെ സഹോദരങ്ങളുമായി സംസാരിച്ചു, ദിലീപിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചു, തുടർന്ന് വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വരികയാണ്. അങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച പല കാര്യങ്ങൾക്കും മഞ്ജു എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ മഞ്ജുവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലപ്പോഴും മഞ്ജു ഇതിനോടൊക്കെ പ്രതികരിച്ചിരുന്നത് ഈ തരത്തിൽ തനിക്ക് ഓർമ്മയില്ല എന്നോ അല്ലെങ്കിൽ തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന തരത്തിലൊക്കെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഈ ക്രോസിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മഞ്ജുവിൻ്റെ മൊഴി വിശ്വാസമെടുക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായത്. അതുതന്നെയാണ് ദിലീപിന് വലിയ ആശ്വാസമാവുകയും ചെയ്തത്. അതായത് കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ അത് വളരെ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടണം. ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാനുള്ള കൃത്യമായ തെളിവുകളായി അത് മാറുകയും വേണം. അത് മഞ്ജുവിൻ്റെ മൊഴിയിലൂടെ അല്ലെങ്കിൽ മഞ്ജുവിന് കോടതിയെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപിന് ഒരു പരിധിവരെ ഈ വിഷയത്തിൽ രക്ഷയായത് എന്നാണ് നമുക്ക് ഈ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. IFFK സ്ക്രീനിങ്ങിനിടെ ആ ദിവസം ഹോട്ടൽ മുറിയിൽ എന്താണ് സംഭവിച്ചത്? ഇടതു സഹയാത്രികന് മുൻ MLA-യുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിൽ നിന്നുണ്ടായ ദുരനുഭവം അയാളുടെ പൊയ്മുഖം തുറന്നു കാട്ടുന്നതാണ്. പീഡന പരാതി നൽകിയ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ എല്ലാം തുറന്നു പറയുന്നുണ്ട്. IFFK-യിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയത്. ആ സമയം കുഞ്ഞു മുഹമ്മദ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. കേസിൽ കന്റോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമെന്നാണ് സൂചന. IFFK സ്ക്രീനിങ്ങിനിടെ സംവിധായകനും ജൂറി അംഗവുമായ PT കുഞ്ഞുമുഹമ്മദ് മോശമായി പെരുമാറിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം അവസാനമാണ് IFFK ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം കഴിഞ്ഞ 8-ാം തീയതിയാണ് കന്റോൺമെന്റ് പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയത്. പരാതിക്ക് നിയമസാധുത കൈവന്ന പശ്ചാത്തലത്തിൽ
ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. IFFK സ്ക്രീനിംഗ് നടക്കുന്നതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ കുഞ്ഞു മുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അതിജീവിതയുടെ പരാതി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിലിന്റെ തിരോധാനത്തിലും മരണത്തിലും ദുരൂഹതകൾ ഒഴിയുന്നു. സരോവരത്തെ ചതുപ്പിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് മരിച്ച വിജിലിൻ്റെതെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനാ ഫലം ലഭിച്ചതോടെ മൃതദേഹാവശിഷ്ടങ്ങൾ കുടുംബത്തിന് കൈമാറി. 2019 സുഹൃത്തുക്കളുമൊത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടെയാണ് യുവാവിൻ്റെ മരണം സംഭവിക്കുന്നത്. അതോടെ വിജിലിനെ സരോവരത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കുഴിച്ചിട്ടെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി. നരഹത്യ, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോട് അനാദരവ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനയിലാണ് സ്ഥിരീകരണം. വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും DNA സാമ്പിളുകളുമായി കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ DNA പ്രൊഫൈൽ യോജിക്കുന്നതായി കണ്ടെത്തി. നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ സരോവരത്തെ ചതുപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങൾ വിജിലിന്റെ കുടുംബത്തിന് കൈമാറി. അത് വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും ബ്ലഡ് സാമ്പിൾ എടുത്ത് ആ DNA പ്രൊഫൈലിങ്ങിലാണ് ഇത് മാച്ചിങ് ആയത്. ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസ് ആണ്. ഈ കേസിന്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഇതുവരെ ഇത് എൻ്റെ കമ്മീഷണർ തൊട്ട് ഈ സ്റ്റേഷനിലെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ വരെയുള്ളവരുടെ ഒരു കംപ്ലീറ്റ് എഫർട്ടിൻ്റെ ഭാഗമാണ് ഈ കേസ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. ഇനിയിപ്പോൾ അടുത്ത ഈ കേസ് ഉടനെ തന്നെ ഇത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതാണ്. 2019 കാണാതായ വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ മരിച്ചെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തിയതായി സുഹൃത്തുക്കളായ പ്രതികൾ സമ്മതിച്ചു. സുഹൃത്തുക്കളൊത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടെ അമിത ലഹരി ഉപയോഗത്തിന് പിന്നാലെ വിജിലിന്റെ ബോധം പോവുകയായിരുന്നു. വിജിലിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയെന്നും 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ട വിജിലിനെ കുഴിച്ചിട്ടെന്നുമാണ് പ്രതികളായ KK നിഖിൽ, ദീപേഷ് എന്നിവർ മൊഴി നൽകിയത്. ഒന്നാം പ്രതി നിഖിലുമായി കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ തെളിവെടുപ്പിൽ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വിജിലിന്റെ ബൈക്ക് കണ്ടെടുത്തിരുന്നു. തുടർന്ന് വിജിലിനെ കുഴിച്ചുമൂടിയ സരോവരത്ത് പരിശോധന നടത്തി. ആദ്യഘട്ടത്തിൽ കനത്ത മഴ പരിശോധനയ്ക്ക് തടസ്സമായിരുന്നു. പിന്നീട് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി തിരച്ചിൽ പുനരാരംഭിച്ചു. 3-ാം നാൾ വിജിലിന്റെ ഷൂ കണ്ടെടുത്തു. പ്രതികൾ ഇത് വിജിലിന്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് 50 മീറ്ററിലധികം ദൂരത്തെ ചെളിയും കല്ലും മരത്തടികളും കോരിമാറ്റി പരിശോധന നടത്തി. പോലീസ്, ഫയർഫോഴ്സ്, മണ്ണുമാന്തി യന്ത്രങ്ങൾ, കടാവർ നായ്ക്കൾ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ വലിയ സജ്ജീകരണങ്ങളോടെ നടത്തിയ തിരച്ചിലിൽ 53 അസ്ഥിഭാഗങ്ങൾ, വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, കെട്ടിത്താഴ്ത്തിയ കല്ലുകൾ, കയറുകൾ എന്നിവ കണ്ടെത്തുകയായിരുന്നു. വിജിലിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് പിതാവ് നൽകിയ പരാതിയിൽ എലത്തൂർ പോലീസ് നടത്തിയ അന്വേഷണം ഇതോടെ അവസാനിപ്പിച്ചു. മൃതദേഹം കണ്ടെത്തിയ സരോവരം ഉൾപ്പെടുന്ന നടക്കാവ് പോലീസാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. നരഹത്യ, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോട് അനാദരവ് പുലർത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഫോറൻസിക് പരിശോധനാ ഫലം വൈകിയതോടെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. പണ്ടൊക്കെ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിയും സംഘർഷവും വെറും കുട്ടിക്കളിയായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. തെരുവ് ഗുണ്ടകളെപ്പോലെ നടുറോഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്നു. പോലീസിനെയും നാട്ടുകാരെയും വകവയ്ക്കാതെയാണ് കയ്യാങ്കളിയും ഏറ്റുമുട്ടലും. പാലക്കാട് കുമരനെല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ട്യൂബ് ലൈറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് തല്ലുണ്ടാക്കിയത്. 10+1 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടിപിടി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് നീണ്ടു. നാട്ടുകാരും വ്യാപാരികളും ഇടപെട്ടാണ് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ചത്.
കുമരനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിലെ 10ാം ക്ലാസ് +1 വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം. ഇതിനിടെ സമീപത്ത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ട്യൂബ് ലൈറ്റ് എടുത്ത് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് അടിച്ചു. 15 മിനിറ്റോളം സംഘർഷം നീണ്ടുനിന്നു. വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല് കടകളിലേക്ക് വരെ എത്തി. അടിപിടിയുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ പോലീസിനും സ്കൂൾ അധികൃതർക്കും കൈമാറിയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് ചെറിയ പരിക്കുകളുണ്ടെങ്കിലും ആരും ഇതുവരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല. രാവിലെ 10ാം ക്ലാസ്സുകാർക്കും ഉച്ചയ്ക്ക് ശേഷം +1 വിദ്യാർത്ഥികൾക്കും പരീക്ഷ നടക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് റോഡിൽ എത്തിയപ്പോഴായിരുന്നു കൂട്ടയടി. ഇവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സംഘർഷം നാട്ടുകാർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സംഘർഷം തടയാൻ സ്കൂൾ അധികൃതർ PTA-യുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ നിരവധി യോഗങ്ങൾ നടത്തുകയും ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടും ഒരു ഫലവുമില്ലെന്നാണ് പരാതി. ന്യൂസ് 18 പട്ടാമ്പി. രാഷ്ട്രീയ തടവുകാരെയും കൊടും കുറ്റവാളികളെയും പാർപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലും ജില്ലാ ജയിലിലും ഭയത്തോടെയാണ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർക്ക് നേരെ തടവുകാരിൽ നിന്നും ഭീഷണിയും മർദ്ദനവും ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് അനസിനെ മർദ്ദിച്ചതാണ് ഒടുവിലത്തെ കേസ്. സംഭവത്തിൽ തടവുകാരനെതിരെ പോലീസ് കേസെടുത്തു. പോക്സോ കേസ് പ്രതിയും കോഴിക്കോട് എലത്തൂർ സ്വദേശിയുമായ രാഹുലിനെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസിന്റെ നടപടി. പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു പ്രതി. ജയിലിലെ 1ാം ബ്ലോക്കിൽ നിന്നും മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട ജയിൽ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് കേസ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. രാവിലെ 11 മണിയോടെ ജയിൽ കോൺഫറൻസ് ഹാളിനടുത്ത് വെച്ച പ്രതി സെല്ലുമാറ്റം ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് സൂപ്രണ്ട് അനസിനെ സമീപിക്കുകയായിരുന്നു. തക്കതായ കാരണമില്ലാത്തതിനാൽ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമായി പറയുന്നത്. സാരമായി പരിക്കേറ്റ അസിസ്റ്റന്റ് സൂപ്രണ്ട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. കോഴിക്കോട് ഏലത്തൂർ സ്വദേശിയാണ് പ്രതി രാഹുൽ. ജയിലിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തടവുകാരിൽ നിന്ന് ഭീഷണിയും മർദ്ദനവും ഉണ്ടാവുന്നത് കണ്ണൂരിൽ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപും സമാനമായ സംഭവം ഉണ്ടായതായി ജയിൽ അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. ഓരോ ദിവസവും കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് ദിവസപ്പിരിവും മാസപ്പിരിവും നൽകിയാണ് പല ചെറുകിട വ്യാപാരികളും പണം നിക്ഷേപിക്കുന്നത്. അങ്ങനെ സമ്പാദിച്ച തുക നഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലും സഹിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിലെ വ്യാപാരികളിൽ കുറേ പേർക്ക് ഗോൾഡൻ വാലി നിധി തട്ടിപ്പിലൂടെ ലക്ഷങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഒടുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വ്യാപാരികൾ നിധി കമ്പനി ഉടമ താരാകൃഷ്ണനെ ഉപരോധിച്ചു. നിക്ഷേപിച്ച തുക കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകാത്തതിനാലാണ് 300ഓളം പേർ അടങ്ങുന്ന വ്യാപാരികൾ താരയെ ഉപരോധിച്ചത്. വ്യാപാരികൾക്ക് ഉടൻ പണം തിരിച്ചു കൊടുക്കുമെന്നും ചെക്ക് നൽകാമെന്നും ഉറപ്പ് നൽകിയതോടെയാണ് നിക്ഷേപകർ പിരിഞ്ഞുപോയത്. തിരുവനന്തപുരം തൈക്കാട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഗോൾഡൻ വാലി നിധി എന്ന കമ്പനിയുടെ ഉടമ താരാകൃഷ്ണനെ നിക്ഷേപ തട്ടിപ്പിൽ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കാട്ടാക്കടയിലെ വ്യാപാരി സമൂഹം ഇവരുടെ തട്ടിപ്പുകൾ അറിയുന്നത്. ഗോൾഡൻ വാലി നിധിക്ക് കാട്ടാക്കട, ആരനാട് എന്നിവിടങ്ങളിലും ശാഖകൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള 500ഓളം വ്യാപാരികളിൽ നിന്നായി ദിവസപ്പിരിവും മാസപ്പിരിവും സ്ഥിര നിക്ഷേപവും അടക്കം 1.5 കോടിയോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചതായി പറയപ്പെടുന്നു. ദിവസപ്പിരിവ് നൽകിയവർക്ക് 365 ദിവസത്തിന് ശേഷവും മാസപ്പിരിവ് നൽകിയവർക്ക് 12 മാസത്തിന് ശേഷവും സ്ഥിര നിക്ഷേപകർക്ക് കാലാവധിക്ക് ശേഷവും 12% പലിശ ഉൾപ്പെടെ നൽകാമെന്നായിരുന്നു വാഗ്ദാനം.
എന്നാൽ കമ്പനി പൊട്ടിയതോടെ നിക്ഷേപകർക്ക് പണം ലഭിക്കാതെയായി. പണം നൽകാതെ മുങ്ങി നടന്ന കമ്പനി ഉടമ താരാകൃഷ്ണനെ കഴിഞ്ഞ ഒക്ടോബറിലാണ് 47 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ തമ്പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. തുടർന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ഇവർ കൂടുതൽ കേസുകളിൽ കുടുങ്ങാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നിക്ഷേപകരുള്ള കാട്ടാക്കടയിലെ വ്യാപാരികളെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. വ്യാപാരികൾ നിക്ഷേപിച്ച തുക എന്ന് തിരികെ നൽകുമെന്ന് ഉറപ്പു പറയാതെ താരാകൃഷ്ണൻ കൂടുതൽ സമയം ചോദിച്ചതോടെ ബഹളമുണ്ടായി. ഒടുവിൽ അടുത്ത ജനുവരി 10-ന് തുകയ്ക്കുള്ള ചെക്കുകൾ നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വ്യാപാരികൾ ഉപരോധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ആര്യങ്കോട് സത്യരാജ് കൊലക്കേസിലേക്കാണ് ഇനി. കുടുംബ വഴക്കിനിടെ ബന്ധുക്കളുടെ മർദ്ദനമേറ്റാണ് സത്യരാജ് കൊല്ലപ്പെട്ടത്. കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ പിടിയിലായിരിക്കുന്നു. കീഴാറൂർ സ്വദേശി ജോസ്, മകൻ ജോഷി എന്നിവരാണ് അറസ്റ്റിലായത്. നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുടുംബവഴക്കിനിടെ ബന്ധുക്കളുടെ മർദ്ദനത്തിനിരയായാണ് ആര്യങ്കോട് എതുക്കരവിള മിനി ഭവനിൽ സത്യരാജ് എന്ന 61-കാരൻ മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി സഹോദരൻ മനോഹരനെ ഭാര്യ ഷൈനിയുടെ പിതാവും സഹോദരന്മാരും മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് സത്യരാജ് ആക്രമണത്തിനിരയായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. സംഭവശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന കീഴാറൂർ സ്വദേശി ജോസ്, മകൻ ജോഷി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ആര്യങ്കോട് പോലീസ് പിടികൂടിയത്. കേസിലെ 1-ാം പ്രതി തെള്ളുക്കുഴി കരിമുന്നോട്ടവിള പുത്തൻ വീട്ടിൽ ജോയി നേരത്തെ പിടിയിലായിരുന്നു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കിയിൽ വയോധികയെ വീടിനുള്ളിൽ കെട്ടിയിട്ട് മോഷണം നടത്തിയതായി പരാതി. ഒരു സ്ത്രീ അടങ്ങുന്ന സംഘം വീട്ടിൽ അതിക്രമിച്ച് കയറി പട്ടാപ്പകലാണ് മോഷണം നടത്തിയത്. വീട്ടിലെത്തിയ സംഘം കുടിക്കാൻ വെള്ളം ചോദിക്കുകയും വെള്ളമെടുക്കാനായി വൃദ്ധ വീടിനുള്ളിലേക്ക് പോയപ്പോൾ പുറകെ കയറി കെട്ടിയിട്ട ശേഷം സ്വർണം അപഹരിക്കുകയുമായിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പ്രതികൾക്ക് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം. രാജകുമാരി നടുപറ്റ സ്വദേശിയായ 80-കാരി മറിയക്കുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. രാവിലെ 9 മണിയോടെ ആയിരുന്നു സംഭവം. മറിയക്കുട്ടി മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെത്തിയ സംഘം കുടിക്കാൻ വെള്ളം ചോദിക്കുകയും വെള്ളമെടുക്കാനായി വൃദ്ധ ഉള്ളിലേക്ക് പോയപ്പോൾ പുറകെ കയറുകയുമായിരുന്നു. തുടർന്ന് ഡൈനിങ് ടേബിളിൽ മറിയക്കുട്ടിയെ കെട്ടിയിടുകയും മാലയും പണവും അപഹരിച്ച് കടന്നുകളയുകയും ചെയ്തു. സമീപത്ത് തടി കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളാണ് നിലവിളി കേട്ടെത്തി രാജാക്കാട് പോലീസിൽ വിവരമറിയിച്ചത്. വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ ആദ്യം വെള്ളം കുടിച്ചു, പിന്നെയും വെള്ളം വേണമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം എടുക്കാൻ പോയപ്പോൾ അമ്മ കയറി. അമ്മയുടെ മുഖം മൂടി കെട്ടിയായിരുന്നു? മുഖം മൂടി കെട്ടി. എന്നിട്ട് അമ്മയുടെ എന്നാ പറഞ്ഞു? അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത് സുഖമില്ലാത്ത, ഇങ്ങനെ കാണിക്കല്ല, എനിക്ക് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. അത് സാരമില്ലെന്ന് പറഞ്ഞു. മിണ്ടരുതെന്ന് പറഞ്ഞു. മിണ്ടിയ ഇങ്ങനെ അരുവ കഴുത്തിന് കാണിച്ചു. വെട്ടും കൊണ്ടുവന്ന് അരുവ വെട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ഉപദ്രവിക്കുകയും ചെയ്തോ? വേറെ ഉപദ്രവിച്ചില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മേഖലയിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ ഒരു ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ചെങ്കലിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കള്ളനാണ് പള്ളിച്ചൽ സ്വദേശി അനിൽകുമാർ. 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന മോഷണം. അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് 2 വീടുകളിൽ നിന്ന് 30 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണമാണ് കവർന്നത്. സംഭവത്തിന് ശേഷം മുങ്ങിയ മോഷണ സംഘത്തിലെ ഒരാൾ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. പിടിയിലായ അനിൽകുമാർ പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ്.
സംഘത്തിലെ പ്രധാനികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. ചെങ്കൽ പഞ്ചായത്തിലെ 2 വീടുകളിൽ നിന്ന് 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണവും പണവും ഫോണുകളും കവർന്ന കേസിൽ പ്രതിയായ ഭഗവതിനട സ്വദേശി അനിൽകുമാറിനെയാണ് പാറശാല പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെങ്കൽ വട്ടവിളക്കടുത്ത് ഈഴക്കോണം അഞ്ചനയിൽ വിപിൻകുമാറിന്റെയും 5 കിലോമീറ്റർ അകലെ തോട്ടിൻകര പെരിഞ്ചേരി അനിൽകുമാറിന്റെ വീടുകളിൽ ഈ മാസം 3-നാണ് മോഷണം നടന്നത്. സ്കൂട്ടറിലെത്തിയ പ്രതികൾ മുൻവശത്തെ കതകിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ച് കയറിയാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വിപിൻകുമാറിന് 18 ലക്ഷത്തിന്റെയും അനിൽകുമാറിന് 12 ലക്ഷത്തിന്റെയും നഷ്ടമാണ് സംഭവിച്ചത്. പിടിയിലായ പ്രതി അനിൽകുമാറിനെതിരെ പോക്സോ ഉൾപ്പെടെ 6 കേസുകളുണ്ട്. ഇയാൾക്കൊപ്പമുള്ള മുഖ്യപ്രതികൾ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി പാറശാല CI JK ജയശങ്കർ അറിയിച്ചു. ചെങ്കലിലെ മോഷണത്തിന് ശേഷവും ഇവർ ജില്ലയ്ക്കകത്തും പുറത്തുമായി വേറെ മോഷണങ്ങൾ നടത്തിയതായി പോലീസ് സംശയിക്കുന്നു. മാറനല്ലൂരിൽ മുൻ മാസങ്ങളിൽ നടന്ന മോഷണ പരമ്പരയിലും ഇവരുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്കൂട്ടർ ഓടിച്ചെന്നാരോപിച്ച് സഹോദരിക്കെതിരെ കള്ളക്കേസെടുത്ത സംഭവം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. സ്കൂൾ വിദ്യാർത്ഥിയെ SI ഭീഷണിപ്പെടുത്തുന്നതും പിന്നീട് വാഹനം പിടിച്ചെടുക്കുന്നതുമെല്ലാം CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. സംഭവത്തിൽ സഹോദരിയുടെ ഇടപെടലാണ് പോലീസിൻ്റെ കള്ളക്കളി പുറത്തു കൊണ്ടുവന്നത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ SIക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ SI അനൂപിനെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായതാണ് പോലീസിൻ്റെ കള്ളക്കേസ് പൊളിയാൻ കാരണമായത്. ഈ മാസം 7-ാം തീയതിയാണ് മേനങ്കോട് സ്വദേശി 19-കാരി മാജിദയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരൻ ഇരുചക്രവാഹനം ഓടിച്ചെന്നാരോപിച്ച പോലീസ് കള്ളക്കേസെടുത്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP M സുനിൽകുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തത്. വിദ്യാനഗർ SI അനൂപിന് വീഴ്ച സംഭവിച്ചെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അനൂപിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി. മാജിദയാണ് വാഹനം ഓടിച്ചതെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കുടുംബം ജില്ലാ പോലീസ് മേധാവി YB വിജയ് ഭാരത് റെഡ്ഡിക്ക് പരാതി നൽകിയതോടെയാണ് അന്വേഷണത്തിന് DYSPയെ ചുമതലപ്പെടുത്തിയത്. വൈകിട്ട് ചെർക്കള ബേർക്ക റോഡിൽ മാജിദയും സഹോദരനും സ്കൂട്ടറിൽ വരുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. സ്കൂട്ടർ നിർത്തി മാജിദയും സഹോദരനും നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സഹോദരൻ തിരിച്ചു വന്ന് സ്കൂട്ടറിന് സമീപം നിൽക്കുമ്പോഴാണ് പോലീസ് വാഹനം എത്തിയത്. വിദ്യാർത്ഥിയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്ത ശേഷം പറഞ്ഞത് വിശ്വസിക്കാതെ സ്കൂട്ടർ പിടിച്ചെടുക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചെന്ന പേരിലാണ് ഉടമയായ മാജിദയ്ക്കെതിരെ കേസെടുത്തത്. ഇതോടെയാണ് CCTV ദൃശ്യത്തിന്റെ സഹായത്തോടെ മാജിദ പോലീസ് കള്ളക്കേസെടുത്തതാണെന്ന് തെളിയിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തി SIT. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയുടെ മൊഴിയാണ് എടുത്തത്. കൊല്ലം ചാത്തന്നൂരിൽ 9 ഗ്രാം MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായത് കല്ലുവാതുക്കൽ സ്വദേശി ഡെറിൻ ദേവസ്യ. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ 10 കിലോയിലധികം കഞ്ചാവും
15 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. പ്രതികൾക്കായി എക്സൈസ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ പിണറായി വെണ്ടുട്ടായിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. വെണ്ടുട്ടായിലെ വിപിൻ രാജനാണ് പരിക്കേറ്റത്. ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധി, സ്വന്തം നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യം, പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ ഒറ്റിക്കൊടുത്ത നിമിഷങ്ങൾ. നമ്മളിൽ പലരും ഇത്തരം മുറിവേറ്റ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചെറിയ സങ്കടങ്ങളാണ് നമ്മളെ ചിലപ്പോൾ തളർത്തിക്കളയുന്നത്. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള മുറിവുകളും അവഹേളനങ്ങളും ചില പരാജയങ്ങളും വല്ലാത്തൊരു നൊമ്പരമാകാറുണ്ട്. തിരുവനന്തപുരം അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി ആത്മഹത്യക്ക് ശ്രമിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മനം നൊന്താണ്. മണമ്പൂർ വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന വിജയകുമാരൻ നായർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ജയവും പരാജയവും വീഴ്ചയും ഉയർച്ചയുമൊക്കെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നേ. ഓരോ തോൽവിയും നമുക്ക് നൽകുന്ന പാഠങ്ങൾ വലുതാണ്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വലിയ വിജയങ്ങളുണ്ടാകും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.